ഹായ് ഓൾ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ക്രിസ്മസ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 15 പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഇൻഫോ ബട്ടണിൽ കൊടുക്കാം. കൂടാതെ നമ്മളുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിലെന്തുണ്ട്, ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്കാം. 16ാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത അതേ മോഡൽ ചോദ്യം തന്നെയാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് പോയിൻറ്റ് ഗിവൺ ബിലോ ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ഓരോ ഇവിടെ എന്നാട്ടോ നമ്പർ ലൈനിൽ ഇവിടെ ഓരോ പെയർ എന്നുണ്ട്. ആദ്യം 3 - 7, പിന്നെ -3 7. സി ക്വസ്റ്റ്യൻ -3 -7 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിലും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ആൻസർ നോക്കുക? 16 3 സബ് ക്വസ്റ്റ്യനാണുള്ളത്. ആദ്യം -3 7, പിന്നെ 3 - 7, പിന്നെ -3 -7. നോക്കാം ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് മോഡ് ഒരു നമ്പർ മൈനസ് അടുത്ത നമ്പർ, ആദ്യം -3 എഴുതി, നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷനായ മൈനസ് ഇട്ട് കൊടുത്തു, പിന്നെ അടുത്ത നമ്പർ എഴുതി 7. ഇത് ചെയ്ത് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടുക? മോഡ് -3 -7 എന്ന് പറഞ്ഞാൽ മോഡ് -10 ആണ്. മോഡ് -10 എത്രയാണ്? 10 യൂണിറ്റ്. 10 യൂണിറ്റ് ആണ് -3ഉം 7ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി നേരെ ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 3ഉം -7ആണ്. അവിടെയും ഇതേപോലെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡ് ആദ്യത്തെ നമ്പർ 3, നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ മൈനസ്. രണ്ടാമത്തെ നമ്പർ നോക്കുക. രണ്ടാമത്തെ നമ്പർ ആരാ? -7 ആണ്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ നമ്മൾ എഴുതി -7. -7. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോക്കിക്കേ, 2 മൈനസുകൾ അടുത്തടുത്ത് വന്നല്ലേ. 2 മൈനസുകൾ അടുത്തടുത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ മോഡ് 3 + 7 ആയിട്ട് മാറും. ഇത് മോഡ് 3 + 7 എത്രയാണ്? മോഡ് 10. മോഡ് 10 എത്രയാണ്? 10 യൂണിറ്റ്. മോഡ് 10 എന്ന് പറഞ്ഞാൽ 10 ആണ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റിന് ഇട്ട് കൊടുത്തു. ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ, രണ്ടാളും മൈനസാണ്. -3ഉം -7ഉം ഇതേപോലെ ഡിസ്റ്റൻസ്. ആദ്യത്തെ നമ്പർ എഴുതി, ആരാണ്? -3. മോഡ് -3. നമ്മൾ ചെയ്യേണ്ട പരിപാടി മൈനസ് ആണ്. രണ്ടാമത്തെ നമ്പർ നോക്കിക്കേ, ആരാണ്? -7 ആണ്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഏതെന്ന് ഇട്ട് കൊടുത്തു? -7 ഇട്ട് കൊടുത്തു. -7. ഇനി നേരത്തെ പോലെ തന്നെ സെൻറ്ററിൽ എന്തായിട്ട് മാറും? 2 മൈനസുകൾ അടുത്തടുത്ത് വരുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ മോഡ് -3 + 7 ആയിട്ട് മാറും. മോഡ് -3 + 7. -3 + 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 7 - 3 ഈക്വൽ അല്ലേ. 7 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ മോഡ് 4 എത്രയാണ്? 4 യൂണിറ്റ്. 4 എന്നാണ് ആൻസർ കിട്ടുക. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് യൂണിറ്റ് എന്നിട്ട് കൊടുത്തു. 4 എന്ന് ആൻസർ കിട്ടും. 16ാമത്തെ ചോദ്യം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 17, 17ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഇക്വേഷൻ മോഡ് x - 7 = 7. മോഡ് x - 7 = 7 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ശേഷം 3 സബ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ്, വാട്ട് ഡസ് ദിസ് ഇക്വേഷൻ മീൻസ്? ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ മീനിങ് എന്താണ്? അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് എക്സ്? എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്മാരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എക്സിന് 2 നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ്? ഇവിടെ ദീസ് നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് എക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, 2 നമ്പേഴ്സാണ് നമുക്ക് എക്സ് ആയിട്ട് കിട്ടുക. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ആൻസറും ചെയ്ത് നോക്കാം. നോക്കിയോ, നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. മോഡ് x - 7 = 7 എന്നാണ് ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? മോഡ് x - 7 = 7. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താലേ. എന്താ ഇതിൻ്റെ മീനിങ്? മോഡ് x - 7 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x and 7. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x and 7 ഓൺ ദ നമ്പർ ലൈൻ. ഓൺ ദ നമ്പർ ലൈൻ ഈസ് 7. എത്രയാണെന്ന് പറഞ്ഞാൽ ദാ ഇവിടെ കാണുന്ന ഈ 7 ഇല്ലേ, അതാണ് ഇപ്പുറത്തേത് ഈ 7 എന്ന് പറഞ്ഞിട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x and 7 എത്രയാണ്? 7 തന്നെയാണ്. = 7. അതാണ് ഇതിൻ്റെ മീനിങ്. എ ക്വസ്റ്റ്യൻ ആ മീനിങ് എന്താണെന്ന് ചോദിച്ചത്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ് ആയിട്ട് ഏതൊക്കെ വാല്യൂസ് വരാം നോക്കിക്കോ. നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ലൈൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ എന്തുണ്ട്? ഒരു നമ്പർ ലൈൻ. ഇതാണ് നമ്പർ ലൈൻ എന്ന് വിചാരിക്കുക. ഇനി ആ നമ്പർ ലൈനിൽ ഒരു 7 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ഏതാണ്? 7. ഈ 7 എവിടെ നിന്ന് വരുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നോക്കിക്കോ, ഈ 7നെ നമ്മൾ എടുത്തത്
ഈ എക്സിൻ്റെ കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്ന 7 അല്ലേ, ഈ 7നെയാണ് നമ്മൾ എടുത്തത്. ഇനി ആ 7ന് 7 യൂണിറ്റ് മാറിയിട്ട് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ ഒരു 7 യൂണിറ്റ് മാറാം. അങ്ങനെയാണെങ്കിൽ 7 + 7 എന്ന് വരും. എന്ത് വരും? 7 + 7 എന്തെന്ന് വരും? 14 എന്ന് വരും. അപ്പോൾ അതാണ് എക്സ്. ഇനി അതല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് 7 യൂണിറ്റ് മാറിയിട്ട് അങ്ങനെയാണെങ്കിൽ -7 എന്ന് വരും. 7 - 7 7 - 7 എത്രയാണ്? 0. അപ്പോൾ എക്സ് ആയിട്ട് 2 വാല്യൂസാണ് നമുക്ക് കിട്ടുക. ഒന്നെങ്കിൽ 0 അതല്ലെങ്കിലോ 14. അതവിടെ എഴുതി വെച്ചാൽ മതി. ഈ നമ്പർ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. എക്സ് = 0 ഓർ 14. എക്സ് ആയിട്ട് 2 വാല്യൂസാണ് വരിക. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ആരാണ്? 14. ഇനി സി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, ഇപ്പോൾ എക്സ് ആയിട്ട് നമുക്ക് കിട്ടിയ 2 വാല്യൂസ് ഉണ്ട്, 0യും 14ഉം ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നോക്കിക്കോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 ആൻഡ് 14 ആണ് ചോദിച്ചത്. ഒന്നും നോക്കാനില്ല, നേരെ തന്നെ എഴുതാം. 0 ഒന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് 1, 2ലേക്കാണെങ്കിൽ 2, 3ലേക്കാണെങ്കിൽ 3. അപ്പോൾ 14ലേക്ക് എത്ര ഉണ്ടാവും? 14 യൂണിറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ എഴുതാം. mod 14 - 0. mod 14 - 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? mod 14 = 14. അതല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 14 എന്നും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം, അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ജസ്റ്റ് ലോജിക്കലി ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ചോദ്യം നോക്കിക്കോ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷേ നല്ലൊരു ചോദ്യം കൂടിയാണ്. P and Q divide the distance between -4 and 5 into 3 equal part. എടാ, ഇവിടെ നമ്മുടെ കയ്യിലൊരു നമ്പർ ലൈൻ ഉണ്ട്. ആ നമ്പർ ലൈനിൽ -4 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട്, 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറും ഉണ്ട്. ഈ നമ്പർ ലൈനിനെ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു നമ്പർ പിയും ഒരു നമ്പർ ആരാ? ക്യൂ. എന്ന് വെച്ചാൽ ഈ ഒരാൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ -4 മുതൽ പി വരെയുള്ള ദൂരം, പി മുതൽ ക്യൂ വരെയുള്ള ദൂരം, ക്യൂ മുതൽ 5 വരെയുള്ള ദൂരം എന്താണെന്ന് വിചാരിക്കുക? സെയിം ആണെന്ന് വിചാരിക്കുക. അതാണ് ചോദ്യം പറയുന്നത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ -4ഉം 5ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. സുഖമായിട്ട് കണ്ടുപിടിക്കാം. മോഡ് എടുത്ത് കണ്ടുപിടിക്കുന്ന പരിപാടി നമുക്ക് ചെയ്യാം. ബി ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് ചെയ്യാം. ഫൈൻഡ് ദ നമ്പേഴ്സ് അറ്റ് പി ആൻഡ് ക്യൂ. ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പിയിൽ വരുന്ന നമ്പർ ഏതാ, ക്യൂവിൽ വരുന്ന നമ്പർ ഏതാണ്? ചെയ്ത് നോക്കാം എങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോലത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടെ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ഒരു നമ്പർ ലൈൻ ഉണ്ടായിരുന്നു. നമ്പർ ലൈനിൽ ഫോർ എക്സാമ്പിൾ ഒരു എ എന്ന് പറഞ്ഞ നമ്പറും ബി എന്ന് പറഞ്ഞ നമ്പറും ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എയും ബിയും. ഈ 4 ഈക്വൽ പാർട്ടായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ സെൻട്രലുള്ള നമ്പർ ഈ എൻ്റെയും ബീൻ്റെയും എന്തായിരിക്കും? മിഡ് പോയിൻ്റ് ആയിരിക്കും. എൻ്റെയും ബീൻ്റെയും നമ്പറിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ആ ഒരു നമ്പർ കിട്ടുക. ആ നമ്പർ തൽക്കാലം ഒരു പി എന്ന് കൊടുത്തോ. തൽക്കാലം എന്തെന്ന് കൊടുത്തു? പി. ശേഷം ഈ പിൻ്റെയും എൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും വേറൊരു നമ്പർ, അതിന് തൽക്കാലം ക്യൂ എന്ന് കൊടുക്കാം. ഇനി എൻ്റെയും ബീൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും ആര്? അടുത്ത നമ്പർ പി ക്യൂ, അതിന് 6 കൊടുക്കാം. ഇങ്ങനെയായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഇരുന്നത്. ഡയറക്റ്റ്ലി മിഡ് പോയിൻ്റ് കാണാനാണ്. പക്ഷേ ഇവിടേക്ക് വന്നപ്പം വ്യത്യാസമുണ്ട്. ഇവിടേക്ക് വന്നപ്പോൾ എന്താ വ്യത്യാസം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 പാർട്ടല്ല, പകരം എത്ര പാർട്ടാണ്? 3 പാർട്ടാക്കാനാണ് പറഞ്ഞത്. എത്ര പാർട്ടാക്കാനാണ് പറഞ്ഞത്? 3 പാർട്ടാക്കാൻ. നോക്കിക്കോ. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പർ എത്രയാണ് പറഞ്ഞത്? ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അത് -4 എന്നാണ് പറഞ്ഞത്. എത്രയാണ്? -4. പിന്നെ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അത് ഏതാണ്? 5 ആണ്. ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചത്. അത് ആദ്യം നമുക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോഡ് -4 മൈനസ് ഇട്ട് കൊടുത്തു, അടുത്ത നമ്പർ 5 ആണ് എന്ന് വെച്ചാൽ മോഡ് 9 എന്ന് കിട്ടും. 9 അല്ല, -9. മോഡ് -9 എന്ന് കിട്ടും. മോഡ് -9 എത്രയാണ്? 9 എന്ന് കിട്ടും. 9 യൂണിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ശ്രദ്ധിച്ചോളണേ, ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് -4 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയത്. എത്ര കിട്ടിയത്? 9 യൂണിറ്റ് ആണ് കിട്ടിയത്. 9 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി സംഭവിക്കുന്നത് എന്താ? ഇതിനെ ഈക്വൽ പാർട്ടാക്കി. ബി ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈക്വൽ പാർട്ടാക്കിയിട്ട് അതിനെ മാറ്റി. ആദ്യത്തെ ഒരാൾ പി ആണ്, രണ്ടാമത്തെ ആളെന്താ? ക്യൂ ആണ്. ഇവിടുത്തെ പരിപാടി എന്താണെന്ന് അറിയോ? നോക്കിക്കോ. -4 മുതൽ പി വരെയുള്ള ദൂരവും പി മുതൽ ക്യൂ വരെയുള്ള ദൂരവും അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് 5 വരെയുള്ള ദൂരം എന്താ? ഈക്വൽ ആണ്. ശ്രദ്ധിച്ചേ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 9 യൂണിറ്റ് അല്ലേ? എന്ന് വെച്ചാൽ -4 മുതൽ 5 വരെ എത്ര യൂണിറ്റാണ്? 9 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഷ്ണം എത്രയായിരിക്കും?
9/3, കാരണം 3 കഷ്ണമല്ലേ ആക്കുന്നത്. 9/3 എത്രയാടാ? 3 യൂണിറ്റ് ആണ്. എത്രയാണ്? 3 യൂണിറ്റ്. അപ്പോൾ ഇത് 3 യൂണിറ്റ് ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 3 യൂണിറ്റ് ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 3 യൂണിറ്റ് ആയിരിക്കും അല്ലേ? അപ്പം എനിക്കിവിടെ എഴുതി വെക്കാം, ഡിസ്റ്റൻസ് ഫ്രം -4 ടു പി, -4 മുതൽ പി വരെയുള്ള ദൂരം സീക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം പി ടു ക്യൂ, പി മുതൽ ക്യൂ വരെയുള്ള ദൂരം സീക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ക്യൂ മുതൽ ക്യൂ ടു 5, ക്യൂ മുതൽ 5 വരെയുള്ള ദൂരം ഈക്വലാണ്. അത് എത്രയാണ് കിട്ടിയത്? അത് എന്തിന് ഈക്വലാണ്? 9/3ക്ക് ഈക്വലാണ്. 9/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 യൂണിറ്റ് എന്ന് കിട്ടും. എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി പരിപാടി നോക്കണേ, ഫിഗറിലേക്ക് നോക്കുക, നമ്മുടെ നമ്പർ ലൈനിലേക്ക് നോക്കുക. എടാ ഇവിടെ -4 ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്പർ കൂടിയിട്ടല്ലേ വരിക, പ്ലസ് ആയിട്ട് വരിക. എത്രയാണ് പ്ലസ് ആവുന്നത്? ഇവിടെ 3 യൂണിറ്റ് ആണ് കൂടുന്നത്. അപ്പോൾ മൈനസ് ഈ നമ്പർ കിട്ടുക. -4നോട് എത്ര കൂടി? 3 കൂടി. -4നോട് 3 കൂടി. എത്ര കിട്ടുക? -4 + 3, അഥവാ 3 - 4ന് ഈക്വൽ ആണ്. അത് കിട്ടുന്ന ഉത്തരം -1 ആയിരിക്കും. എന്താണ്? -1. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും എത്ര കൂടി? 3 യൂണിറ്റ് കൂടി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? Q എന്ന് പറഞ്ഞ വാല്യൂ -1. ഇവിടെ നോക്കിക്കോളാം, ഇവിടുത്തെ വാല്യൂ -1 ആണ്. അപ്പോൾ -1 എഴുതി. -1 + 3 എന്ന് വരും. -1 + 3 എന്ന് പറഞ്ഞാൽ 3 - 1ന് ഈക്വലാണ്. 3 - 1 എത്രയാണ്? 2. അപ്പോൾ അവിടുത്തെ വാല്യൂ എത്രയാണ് കിട്ടുക? 2 എന്നാണ് ഇവിടെയുള്ള വാല്യൂ കിട്ടുക. ഇനി വീണ്ടും ഇല്ല, പിയും ക്യൂവെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പി എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കണം. പി നമ്പർ ഡിനോട്ടിങ് പി എന്ന് എഴുതി വെക്കുക. പി ഈക്വൽ ടു -4 + 3 ചെയ്തപ്പോഴാണ് കിട്ടിയത് -1. ക്യൂ നമ്പർ ഡിനോട്ടിങ് ക്യൂ എന്താ കിട്ടിയത്? -1നോട് 3 കൂട്ടിയപ്പോഴാണ് കിട്ടിയത്. -1ഉം 3യും കൂട്ടി എത്ര കിട്ടും? 2. ഈ രണ്ടും എഴുതി വെച്ചാൽ എന്തായി? ബി ക്വസ്റ്റ്യനുള്ള ആൻസറുമായി. ഓക്കെ, ഇനി നേരെ 18ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്ത്. നേരെ 19ാമത്തെ ചോദ്യം. ചോദ്യം എത്രയേ ഉള്ളൂ നോക്കുക. എ സർക്കിൾ വിത്ത് സെൻറ്റർ ഓൺ ദ നമ്പർ ലൈൻ പാസസ് ത്രൂ -3, 7. -3യിലൂടെയും 7യിലൂടെയും ഒരു സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ്? നമ്പർ ലൈനിലാണ്. ഫിഗർ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ആൻസർ പറയുമ്പോൾ ഫിഗർ വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഡയമീറ്റർ എത്രയാണ്? വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ? രണ്ടാമത്തെയോ, വാട്ട് നമ്പർ കംസ് ഇൻ ദ സെൻറ്റർ ഓൺ ദ നമ്പർ ലൈൻ? ഈ നമ്പർ ലൈനിൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ വരിക, അത് ഏതാണെന്നാണ് ചോദിച്ചത്. നോക്കാം ആൻസർ എങ്ങനെ. ഈ ക്വസ്റ്റ്യനിൽ എന്തില്ല? ഫിഗർ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് വരച്ചു കൊടുക്കാം? ആദ്യം ഒരു ഫിഗർ വരച്ചു കൊടുക്കാം. 19ാമത്തെ ചോദ്യം നോക്കിക്കോ, സിമ്പിൾ ഫിഗറാണ്. ഒരു നമ്പർ ലൈൻ ഉണ്ട്. നമ്പർ ലൈനിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ട്. നമ്പർ ലൈനിൽ ഒരു സർക്കിൾ വെച്ചിട്ടുണ്ട്. സർക്കിൾ മാറി എലിപ്സ് ആയിപ്പോയോ? നോക്കാം, സർക്കിൾ ഉണ്ട്. യെസ്, പെർഫെക്റ്റ്. ഇനി ഇവിടെ -3 എന്ന് പറഞ്ഞൊരു ലൈനാണെന്ന് വിചാരിക്കും. ലൈനല്ല, പോയിൻ്റ്. ഈ നമ്പർ -3 ആണ്. ഈ നമ്പർ എത്രയാണ്? 7 ആണ്. ഇവിടെ നമ്പർ ലൈനായിട്ട് കട്ട് ചെയ്യുന്നത് -3യും ഇവിടെ കട്ട് ചെയ്യുന്നത് എത്രയാണ്? 7ഉം ആണ്. ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? -3 മുതൽ 7 വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് നേരെ എഴുതി വെച്ചാൽ മതി. എ ക്വസ്റ്റ്യൻ ഡയമീറ്റർ സീക്വൽ ടു എന്താ വരിക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -3 ആൻഡ് 7. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുക? മോഡ് -3 -7 എന്ന് വെച്ചാൽ മോഡ് -10 ആൻസർ കിട്ടും. മോഡ് -10 എത്രയാണ്? 10 യൂണിറ്റ് നമ്മുടെ എഴുതി വെച്ചാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഡയമീറ്റർ എത്രയാണ് കിട്ടിയത്? 10 യൂണിറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് സെൻറ്റർ എന്താണെന്ന് ചോദിച്ചത്. സർക്കിളിൻ്റെ സെൻറ്റർ. മക്കൾ ശ്രദ്ധിച്ചോ, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡയമീറ്ററിൻ്റെ എന്താണ്? സെൻറ്റർ തന്നെയല്ലേ? ഡയമീറ്ററിൻ്റെ പകുതി തന്നെയല്ലേ വരിക. അപ്പോൾ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിവിടെ വരും. ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കോ, ഈ -3ൻ്റെയും ഈ 7ൻ്റെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി? മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവിടെ എഴുതി വെക്കുക, സെൻറ്റർ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ സെൻറ്റർ ഓൺ ദ നമ്പർ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ വരിക? മിഡ് പോയിൻ്റ് ഓഫ് -3 ആൻഡ് 7. -3ൻ്റെയും 7ൻ്റെയും മിഡ് പോയിൻ്റ് ആണ് ഇവിടുത്തെ സെൻറ്റർ. അതെങ്ങനെ കണ്ടുപിടിക്കുക? മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 നമ്പർ കൂട്ടിയാൽ മതി. -3യും 7ഉം ഞാൻ അങ്ങോട്ട് കൂട്ടി.
3/2 അതിൻ്റെ പകുതി കാണാം. -3യും 7ഉം കൂട്ടിയാൽ അതിൻ്റെ മീനിങ് എന്താ? 7 - 3 അല്ലേ? എന്ന് വെച്ചാൽ ഈ കാണുന്ന ചങ്ങായി -3യും 7ഉം കൂട്ടുക എന്ന് പറഞ്ഞാൽ 7 - 3 ആണ്. 7 - 3 എത്രയാണ്? 4 ആണ്. 4ൻ്റെ പകുതി 4/2. 4/2 എത്രയാണ്? 2. ഇവിടെ യൂണിറ്റ് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റൂല. കാരണം എന്താ? ഇതൊരു പോയിൻ്റാണ്. പോയിൻ്റ് നമ്മൾ യൂണിറ്റ് എന്നൊന്നും വിളിക്കില്ല. ഡിസ്റ്റൻസിനെയാണ് യൂണിറ്റ് എന്നുള്ള ഇത് കൊടുക്കുക. ഓക്കെ, ആ ക്വസ്റ്റിൻ്റെ ആൻസറും കഴിഞ്ഞു. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി ചെയ്യാൻ പോകുന്നത് 4 മാർക്സ്. 20ാമത്തെ ചോദ്യം. എ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ 6 യൂണിറ്റ് എവേ ഫ്രം -4 ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ -4 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടെ തന്നെ ആൻസർ പറയാം. നമ്പർ ലൈനിൽ എന്തുണ്ട്? -4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. ഇതാ ഇവിടെയാണ് -4 എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു -4 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ -4ൽ നിന്ന് 6 യൂണിറ്റ് എവേ അല്ലെങ്കിൽ അകലത്തിലുള്ള നമ്പേഴ്സ് ആയിരിക്കാമെന്ന് ചോദിച്ച്. -4ന്ന് എത്ര യൂണിറ്റാണ്? 6 യൂണിറ്റ്. നോക്കിക്കേടാ, ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ +6 6 യൂണിറ്റ് കൂടില്ലേ ചെയ്യുക? -4 + 6 എന്ന് വരും. -4 + 6 എത്രയാണ്? 6 - 4ന് ഈക്വൽ ആണ് 2 എന്നാണ് ആൻസർ കിട്ടുക. എന്താ ആൻസർ? 2. ഇനി ഇപ്പുറത്തേക്കാണെങ്കിലോ നമ്പർ മൈനസ് ആവും, -6 എന്നാവും. -4 - 6 എന്ന് വരും. -4 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -10 എന്നാണ് ആൻസർ കിട്ടുക. എന്താ കിട്ടുക? -10. അപ്പോൾ നമ്പേഴ്സ് ആയിരിക്കാം 2 ആൻഡ് -10. 2 -10 ഇതേപോലെ നമ്മൾ നമ്പർ ലൈൻ വരച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഇനി ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. മോഡ് x - 3 = 5. ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കിയോ, ഇങ്ങനെയാണ് പറയുന്നത്. മോഡ് x - 3 = 5. മോഡ് x - 3 = 5 ആയാൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് നോക്കുക. ആദ്യം ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് നോക്കുക. മോഡ് x - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 3. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 3 എത്രയാണെന്ന് പറഞ്ഞാൽ 5. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കും. ആദ്യം തന്നെ നമ്പർ ലൈൻ വരയ്ക്കും. നമ്പർ ലൈനിൽ 3 അടയാളപ്പെടുത്തും. ഏത് 3? ഇതാ ഇവിടെ കാണുന്ന ഈ 3 ഇല്ലേ, ആ 3 നമ്മളാണ്ട് അടയാളപ്പെടുത്തും. ഞാൻ അടയാളപ്പെടുത്തി. ഇവിടെയാണ് 3 വരുന്നത്. തൽക്കാലം ഇവിടെയാണ് 3 വരുന്നതെന്ന് വിചാരിക്കുക. ഇനി 5 യൂണിറ്റ് എവേ എന്നല്ലേ പറഞ്ഞാൽ? ഇതാ ഇവിടെ 5 ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് +5 വരും. അപ്പോൾ ഈ നമ്പർ എത്ര വരിക? 3 + 5. 3 + 5 എത്രയാണ്? 8 ആണ്. 8 ആണ്. തൊട്ട് ഇപ്പുറത്തേക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ -5 എന്ന് വരും. 3 - 5. 3 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ആരൊക്കെയാടാ? x = -2 ഓർ x = 8. എക്സിന് 2 വാല്യൂസ് ആണ് പോസിബിൾ. ഒന്നെങ്കിൽ -2 അതല്ലെങ്കിൽ ആരാ? 8. പരിപാടി കഴിഞ്ഞു. ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 21. A circle is drawn with the line joining the points 3 and 11 as diameters on the number line. മക്കളെ, നമ്പർ ലൈൻ ഉണ്ട്. ഇതാണ് നമ്പർ ലൈൻ എന്ന് വിചാരിക്കുക. ഈ നമ്പർ ലൈനിൽ 3യും 11 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ട്. 3യും 11ഉം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ 3യും 11ഉം ഇതൊക്കെണ ഇങ്ങനെ വരച്ച് കണ്ട് 3യും 11ഉം ഒരു പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന രീതിയിലൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഇല്ലേ, 3യും 11നും ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതെന്തായിട്ടുണ്ട്? സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ടുണ്ട്. അത്രയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി എ ചോദ്യം എന്താ നോക്കാം. ഫൈൻഡ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് ദ സെൻറ്റർ ഓഫ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഏത് നമ്പറാണെന്ന് നോക്കണം. സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? ദാ ഈ 3ൻ്റെയും 11ൻ്റെയും എന്താണ്? മിഡ് പോയിൻ്റ് ആണ്. അത്രയേ ഉള്ളൂ അടുത്ത പരിപാടി. ഇനി ബി ക്വസ്റ്റിനും കൂടെ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. നോക്കാം. അത് കഴിഞ്ഞാൽ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ പരിപാടി നോക്കിക്കോ. 21ാമത്തെ ചോദ്യം. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കും? നല്ല വൃത്തിക്ക് ഒരു ഫിഗർ വരച്ചു കൊടുക്കും. ഒരു നമ്പർ ലൈൻ വെറുതെ വരയ്ക്കുക. വെറുതെ ഒരു നമ്പർ ലൈൻ. അത് കഴിഞ്ഞാൽ ഒരു സർക്കിൾ, ആ നമ്പർ ലൈനിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ആ സർക്കിൾ നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കുക. ഇനി സർക്കിളിനെ നമ്പർ ലൈനായിട്ട് കൂട്ടിമുട്ടുന്ന ആ പോയിൻറ്റ്സ് ഇല്ലേ, അതാരൊക്കെയാണ്? ഒരുത്തൻ 3 ആണ്. ആരാണ്? 3. മറ്റോനോ? 11 ആണ്. ഒരുത്തൻ 3 ആണ്. ഒരുത്തൻ എത്രയാണ്? 11 ആണ്. അപ്പോൾ 3യും 11ഉം അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. സർക്കിളിൻ്റെ സെൻറ്ററിനെ നോട്ട് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് വെച്ച്. എ ക്വസ്റ്റ്യൻ. സർക്കിളിൻ്റെ സെൻറ്റർ
സെൻറ്റർ ഓഫ് സർക്കിൾ അതെന്താടാ? ഈ കാണുന്ന ഇത് ഇവിടെ നോക്കിക്കേ, ഇവിടെ 3ൻ്റെയും -11ൻ്റെയും ഈ ഡയമീറ്റർ ഇല്ലേ, ആ ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും അല്ലേ, മിഡ് പോയിൻ്റ് ആയിരിക്കും അവരുടെ. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ഓഫ് 3 and 11 ആണ്. എങ്ങനെയാണ് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക? 3 + 11 ചെയ്യുക, 3 + 11 ചെയ്യുക ബൈ 2. 3ഉം 11ഉം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്താ? 14 ആണ്. അപ്പോൾ 14ൻ്റെ പകുതി എത്രയാണ്? 7. നോക്കിക്കോ, നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടി. മിഡ് പോയിൻ്റ് എത്രയാണ്? 7. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് സർക്കിൾ. എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക? നോക്കിക്കോ, ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ആൾ ഈ സെൻറ്ററിൽ നിന്ന് 11ലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഞാനിപ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത ഈ കാണുന്ന ആളല്ലേ റേഡിയസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 7 and 11 ആണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 7 and 11. ഇനി 7 and 11 ഡിസ്റ്റൻസ് മാത്രമാണോ? അല്ല, അങ്ങനെയല്ല. അതല്ലാതെ എടുക്കണം എന്നുള്ളവർക്ക് ഇതെടുത്താലും മതി. 7ഉം 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താലും മതി. രണ്ടും ഒരേ വാല്യൂസ് ആണ് കിട്ടുക. അപ്പോൾ അത് എത്ര വാല്യൂ കിട്ടുക നോക്കാം. മോഡ് 7 - 11 അല്ലെങ്കിൽ 11 - 7 എന്ന് എഴുതാം. ഞാൻ 7 - 11 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ മോഡ് -4 എന്ന് കിട്ടും. മോഡ് -4 എത്രയാണ്? 4 എന്നാണ് ആൻസർ കിട്ടുക. 4 യൂണിറ്റ് എന്നാണ് ആൻസർ കിട്ടുക. ഇനി സി ക്വസ്റ്റ്യൻ, സർക്കിളിൻ്റെ റേഡിയസ് കിട്ടി. റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 4. കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ഓഫ് സർക്കിൾ. പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കടാ? 2πr എന്നാണ് ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? 2πr എന്നാണ് ഇക്വേഷൻ. അതിൽ r എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ നേരിട്ട് വാല്യൂസ് കൊടുത്താൽ മതി. നോക്കുക, 2 × π × 4. 2 × 4 എത്രയാണ്? 8π. അപ്പോൾ 8π എന്നാണ് എന്ത് കിട്ടുക? പെരിമീറ്റർ കിട്ടുക. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. ഏരിയ ഓഫ് സർക്കിൾ. ഇക്വേഷൻ πr². π × r². r² എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 ആണല്ലേ റേഡിയസ്. അപ്പോൾ 4² എത്രയാടാ? 16 ആണ്. അപ്പോൾ 16π സെൻറ്റിമീറ്റർ അല്ല, യൂണിറ്റ് സ്ക്വയർ. യൂണിറ്റ് എഴുതി വെച്ചാൽ മതി അവിടെ. 16π എന്നാണ് ഏരിയ കിട്ടുക. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ആർ ദ നമ്പേഴ്സ് x for which mod x is equal to mod x - 2 is equal to 2. mod x - 2 is equal to 2 ആയാൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കുകയാണ്. അടുത്തത്, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് mod x - 2 is equal to mod x - 6. mod x - 2 mod x - 6ഉം ഈക്വൽ ആണെങ്കിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ചെയ്ത് നോക്കാം. അപ്പം എ ക്വസ്റ്റ്യൻ പറയുന്നത് മോഡ് x - 2 is equal to 2 എന്നാണ്. നമ്മൾ ഇതേപോലത്തെ ചോദ്യം ഇപ്പോൾ ഒരുപാട് ചെയ്തു അല്ലേ. സിമ്പിളായിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2 എന്നാണ് ഇതിൻ്റെ മീനിങ്. അത് എത്രയാണെന്നാണ് പറഞ്ഞത്? 2. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കും. നമ്പർ ലൈനിൽ 2 മാർക്ക് ചെയ്യും. ഡിസ്റ്റൻസ് 2 അല്ലേ, അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ +2. അപ്പോൾ എന്ത് വരും? 2 + 2 എന്ന് വരും. 2 + 2 എത്രയാണ്? 4. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ -2 എന്ന് വരും. 2 - 2 2 - 2 എത്രയാണ്? 0. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആരൊക്കെയാടാ? ഒന്നെങ്കിൽ 0 അല്ലെങ്കിലോ 0 ഓർ 4. 0യും 4ഉം ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? എക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ എളുപ്പം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തു. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? മോഡ് x - 2 is equal to മോഡ് x - 6 ആണ്. ഇവിടെയും ചെയ്യാൻ നേരത്തെ അതേപോലെ തന്നെയാണ്. എന്താ ചെയ്ത് വെക്കുക? ആദ്യം ഇതിൻ്റെ മീനിങ് എഴുതി വെക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2. എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് സീക്വൽ ടു. അതെന്തിന് ഈക്വലാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 6ന് ഈക്വലാണ്. എക്സും 6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഈക്വലാണ്. എന്ന് വെച്ചാൽ ഇവിടെ മേലെ എഴുതിയ സാധനമല്ലേ, അതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എഴുതി വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെയും ജിയോമെട്രിക്കൽ മീനിങ് എഴുതി വെച്ചു. ഇനി നേരത്തെ അതേ പരിപാടി നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കും. നമ്പർ ലൈൻ വരയ്ക്കണം നിർബന്ധമില്ല, പക്ഷേ ഏറ്റവും നല്ലതൊരു നമ്പർ ലൈനാണ് വരച്ച് വെക്കുന്നതാണ്. നമ്പർ ലൈനിൽ നമ്മൾ ആരെ മാർക്ക് ചെയ്യും? 2നെ മാർക്ക് ചെയ്യും. ആദ്യത്തെ ഇക്വേഷനിൽ കണ്ട 2നെ മാർക്ക് ചെയ്യും. രണ്ടാമത്തെ ഇക്വേഷനിൽ കണ്ട 6നെയും മാർക്ക് ചെയ്യും. ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷനല്ല, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കണ്ട ആൾക്കാരല്ലേ. നോക്കുക, ഇവിടെയുള്ള 2, ഈ കാണുന്ന 2, ഈ കാണുന്ന ആരാണ്? 6. ആ രണ്ടാൾക്കാരെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എക്സ് എന്ന് ഈ 2ലേക്കും 6ലേക്കും ഒരേ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിന് എവിടെയേ വരാൻ പറ്റുള്ളൂ? എക്സ് കറക്റ്റ് സെൻറ്ററിൽ വരും. എക്സ് ഈസ് ദ
മിഡ് പോയിൻ്റ് ഓഫ് 2 and 6 രണ്ടിൻ്റെ ആറിൻ്റെയും മിഡ് പോയിൻ്റ് ആണ് ആര് എക്സ്. അപ്പോൾ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2ഉം 6ഉം കൂട്ടും ബൈ 2. 2ഉം 6ഉം കൂട്ടി എത്ര കിട്ടുക? 8 കിട്ടുക. 8/2. 8/2 എത്രയാണ്? 4. അപ്പോൾ എക്സിന് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ്? 4 ആണ് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ. അതവിടെ ജസ്റ്റ് എഴുതി വെക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നല്ല അവിടെ ഉള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നാണ് എഴുതിയത്. ശരിക്കും മോഡ് എക്സ് ആണ്. മോഡ് വിട്ടുപോയതാണ്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്. മോഡ് എക്സ് 3 ആയാൽ എക്സിൻ്റെ വാല്യൂസ് ആയിരിക്കാണ്. എടാ എക്സിൻ്റെ വാല്യൂസ് ആയിരിക്കേ പറ്റുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു ഒന്നെങ്കിൽ 3 വരണം. മോഡ് 3 ആണ് 3. അതല്ലെങ്കിലോ ഓർ -3 വരണം. മോഡ് -3 ആണ് 3. നോക്കുക, ഒന്നെങ്കിൽ മോഡ് 3 എന്തായിരിക്കും? 3 ആയിരിക്കും. അതല്ലെങ്കിലോ മോഡ് -3 എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആരൊക്കെയുള്ളൂ? എക്സ് ഇസ് ഈക്വൽ ടു 3 ഓർ -3. ആ രണ്ട് വാല്യൂസ് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യനിലും x-1 അല്ല. ഇഫ് മോഡ് x-1 ഇസ് ഈക്വൽ ടു 3 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്. നമ്മളിതിപ്പോൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് ഇഫ് മോഡ് x-1 ഇസ് ഈക്വൽ ടു മോഡ് x-3. ഇത് മോഡാണ്. മോഡ് x-3 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്. ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരികയെന്ന്. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എങ്ങനെയാണ്? മോഡ് x-1 ഇസ് ഈക്വൽ ടു 3. ആദ്യം മീനിങ് എഴുതി വെക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1 ഈക്വൽ ടു എത്രയാണ്? 3. നമ്പർ ലൈനിൽ ആരുണ്ട്? 1 ഉണ്ട്. 1 എവിടുന്നേ വന്ന്? ഇതാ 1 ഇവിടെ കാണുന്ന 1 ആണ്. ഓക്കെ ആണല്ലോ. ആ 1നെ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. 1. ഇനി ഡിസ്റ്റൻസ് എത്രയാണ്? റൈറ്റ് സൈഡിലേക്ക് നോക്കുക, മേലെ നോക്കിയാൽ മതി. ഡിസ്റ്റൻസ് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. അപ്പോൾ +3 വരും. 1 + 3. 1 + 3 എത്ര വരും? 4. ഇനി റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ -3. അപ്പോൾ എന്ത് വരും? 1 - 3. 1 - 3 എത്രയാണ്? -2. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു -2. അതല്ലെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു ആരാണ്? 4. പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പം. അടുത്ത ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ബി ക്വസ്റ്റ്യൻ മോഡ് x-1 ഇസ് ഈക്വൽ ടു മോഡ് x-3. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് ഇതേപോലെ. എക്സിൻ്റെ മീനിങ് എന്താ? മോഡ് x-1ൻ്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1 ഈക്വൽ ടു. അതെന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, മേലെ നോക്കുക, മേലെ എന്താ കൊടുത്തത്? x-3 എന്നാലേ കൊടുത്തത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 3. നേരത്തെ പോലെ നമ്പർ ലൈനിൽ ആരൊക്കെ മാർക്ക് ചെയ്യും? ഇവിടെ ഒരു 1, ഇവിടെ ഒരു 3. എക്സ് എവിടെയേ വരുള്ളൂ? ഇവരുടെ കറക്റ്റ് മിഡ് പോയിൻറ്റിലേ വരുള്ളൂ. എക്സ് ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് 1 and 3. ഞാൻ ഇനി ഇവിടെ എഴുതുന്നില്ല, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തുകൊണ്ട്. ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. 1 + 3 ചെയ്യേണ്ടി വരും അല്ലേ? 1ഉം 3ഉം കൂട്ടേണ്ടി വരും ബൈ 2. 1ഉം 3ഉം കൂട്ടി എത്ര കിട്ടുക? 4 കിട്ടുക. 4/2. 4/2 എത്രയാടാ? 2. അപ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2 ആണ്. 1ൻ്റെയും 3ൻ്റെയും കറക്റ്റ് മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? 2 ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 24. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 14. ദെൻ വാട്ട് നമ്പേഴ്സ് ആർ എക്സ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എന്നിട്ട് അതിൻ്റെ ബീക്കിലേക്ക് നോക്കാം. എന്താ ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടോ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് നാച്ചുറൽ നമ്പർ ആണെന്നാണ് പറയുന്നത്. ആരാ നാച്ചുറൽ നമ്പർ? 1 സ്റ്റാർട്ട് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന നമ്പേഴ്സ് അല്ലേ? 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് പോകുന്ന നമ്പേഴ്സ്. പിന്നെ എക്സിനൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ടുണ്ട്. 5 ലെസ് ദാൻ എക്സ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ 5നേക്കാൾ കൂടുതലായിരിക്കണം. ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇത് കുറവിനെയും ഇതെന്താ സൂചിപ്പിക്കുന്നത്? കൂടുതലാണെന്നാണ്. അപ്പോൾ 5നേക്കാൾ കൂടുതലാണ് എക്സ് എന്നാണ് പറഞ്ഞത് അവിടെ. 5നേക്കാൾ കൂടുതലാണ് എക്സ്, പക്ഷെ എന്താണ്? 14നേക്കാൾ ചെറുതുമാണ്. 5നേക്കാൾ കൂടുതലും 14നേക്കാൾ ചെറുതും. അങ്ങനെയായിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. നോക്കാം. 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 14. നേരത്തെ പോലെ ഇവിടെ എന്തുണ്ട്? ഒരു നമ്പർ ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്പർ ലൈനാണ് ഈ കാണുന്നത്. ഇനി അതിലാരൊക്കെയുള്ളത്? ഇവിടെ ഒരു 5 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു 14 ഉണ്ടെന്ന് വിചാരിക്കാം. എടാ എക്സ് ഈ 5നേക്കാൾ കൂടുതലാവണം. അപ്പോൾ ഇതാ ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഏത് നമ്പർ വേണമെങ്കിൽ വരാം. 14നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ 14ൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിൽ വരാം. പക്ഷെ നമ്മളോട് എല്ലാ നമ്പേഴ്സിനും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല.
നമ്മളോട് ആരേ ചോദിച്ചിട്ടുള്ളൂ? നമ്മളോട് നാച്ചുറൽ നമ്പേഴ്സിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 5 കഴിഞ്ഞാൽ 6 വരാം, പിന്നെയോ 7 വരാം, പിന്നെയോ 8, പിന്നെയോ 9, പിന്നെയോ 10, പിന്നെയോ 11 വരാം, 12 വരാം, 13 വരാം, അടുത്ത 14. ഇവരുടെ ഇടയിലൊക്കെ കുറേ ഗ്യാപ്പ് ആയിരിക്കും കേട്ടോ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ. അപ്പം എക്സിന് പറ്റുന്ന നമ്പേഴ്സ് ആരൊക്കെയാടാ നോക്കുക. 6, 7, 8, 9, 10, 11, 12, 13 ഇത്രയും നമ്പേഴ്സ് വരാം. 5 വരാൻ പറ്റുമോ? പറ്റൂല, കാരണം 5നേക്കാൾ വലുതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 14 വരാൻ പറ്റുമോ? പറ്റൂല, 14നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിലോ 7 അല്ലെങ്കിലോ 8, 9, 10, 11, 12, 13. 6 to 13 വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും പറ്റും. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: വാട്ട് ഈസ് മോഡ് x-5 പ്ലസ് മോഡ് x-14? ഇവിടെ മോഡ് x-5 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ എക്സിന് കിട്ടിയ വാല്യൂസ് ആയിരിക്കുക എന്നുള്ളത് ജസ്റ്റ് നോക്കണം. ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മോഡ് x-14 എന്ന് പറയുമ്പോഴും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ നോക്കിക്കോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്പർ ലൈൻ ഉണ്ട്. ഈ നമ്പർ ലൈനിൽ എക്സിൻ്റെ വാല്യൂസ് എവിടേക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നോക്കുക, ഈ 5 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ മുതൽ 14 വരെയുള്ള ഏത് നമ്പറും വേണമെങ്കിൽ വരാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് എക്സ്. തൽക്കാലം വിചാരിച്ചോ ഞാൻ ഈ നമ്പർ ലൈൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് വരയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ നമ്പർ ലൈനിൽ എനിക്കൊരു എക്സ് വേണം. ഞാൻ തൽക്കാലം വെറുതെ ഒരു എക്സ് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം വിചാരിക്കുകയാണ്. എക്സ് ഒരു ഇവിടെ വരേണ്ടതെന്ന് വിചാരിച്ചോ. ഈ പോയിൻ്റ് എന്താണ്? എക്സ് ആണ്. മോഡ് x-5 പ്ലസ് മോഡ് x-14 എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. ഈ മോഡ് x-5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 5. ഈ മോഡ് x-14 എന്ന് പറഞ്ഞാലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 14. എക്സും 14 തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ രണ്ടാളും കൂടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? പ്ലസ് ചെയ്യാനാണ്, കൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ. എക്സ് മുതൽ 5 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ വരും, ഈ പോയിന്റ് മുതൽ ഇവിടെ വരെ. ഇനി എക്സ് മുതൽ 14 വരെയുള്ള ഡിസ്റ്റൻസോ ഇവിടെ വരെ വരും അല്ലേ. ഈ രണ്ടാളെയും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ 5 മുതൽ 14 വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, 5 മുതൽ 14 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ രണ്ടാളെയും കൂടെ കൂട്ടിയാൽ കിട്ടുക. അപ്പം അതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ രണ്ടാളെയും കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ അവിടെ ഈ ക്വസ്റ്റ്യനിൽ കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 5 ആൻഡ് 14 ആണ്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 5 ആൻഡ് 14 കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? മോഡ് 14 മൈനസ് 5. മോഡ് 14 മൈനസ് 5 എത്രയാണ്? 9 യൂണിറ്റ്. 9 യൂണിറ്റ് ആണ് ഇവിടുത്തെ ആൻസർ. ഇനി നേരെ നമുക്ക് എന്തിലേക്ക് പോവാം? സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്ച്വലി ഈ ബി ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇറങ്ങിയ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ദ പോയിൻറ്റ് വിച്ച് ഡിവൈഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് 5 ആൻഡ് 14 ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ശ്രദ്ധിക്കണേ, 5നെയും 14നെയും 3 ഈക്വൽ പാർട്ടായിട്ട് മുറിക്കുന്ന നമ്പേഴ്സിനെ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആൻസർ ഞാൻ എഴുതി വെക്കുന്നില്ല, ജസ്റ്റ് കാര്യം മാത്രം പറയാം. നോക്കിക്കോ, ആദ്യം തന്നെ വേണ്ടത് നമ്പർ ലൈനാണ്. നമ്പർ ലൈൻ ഉണ്ട്. ആ നമ്പർ ലൈനിൽ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു 14 ഉണ്ട്. 5ഉം 14ഉം ഉണ്ട്. ഇവർ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ശ്രദ്ധിക്കുക, 1, 2, 3. ഈ 3 ആൾക്കാർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. ഇനി ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ മുതൽ 5 മുതൽ 14 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക? മോഡ് 5 മൈനസ് 14 അല്ലെങ്കിൽ 14 മൈനസ് 5 എന്ത് കിട്ടും? മോഡ് 9 എന്ന് കിട്ടും. മോഡ് 9 എത്രയാണ്? 9. അപ്പം ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. എത്ര യൂണിറ്റാണ്? 9 യൂണിറ്റാണ്. ഈ 9 യൂണിറ്റിന് 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 9 യൂണിറ്റിന് 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എത്ര വരും? ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 9/3 3 യൂണിറ്റ്. ഇവിടെ എത്ര വരും? 3 യൂണിറ്റ്. ഇവിടെ എത്ര വരും? 3 യൂണിറ്റ്. ഇനി ഈ പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5നോട് 3 കൂട്ടിയാൽ മതി. 5ഉം 3ഉം കൂട്ടി എത്ര കിട്ടുക? 8.
ഈ പോയിന്റ് കിട്ടുക 8 ഇനി അടുത്ത പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന 8നോട് എത്ര കൂട്ടിയാൽ മതി? 3 കൂട്ടിയാൽ മതി. 8ഉം 3ഉം കൂട്ടി എത്ര കിട്ടും? 11 കിട്ടും. അപ്പോൾ ഈ പോയിന്റ് ഏതാണ്? 11. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുതാത്തത്. കാര്യം മാത്രം പറയുന്നു. 8ഉം 11ഉമാണ് ഇവരെ 3 ഈക്വൽ പാർട്ടാക്കുന്ന പോയിന്റ്സ്. ഇനി നേരെ അടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ നമ്പേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് മോഡ് എക്സ് ഫോർ വിച്ച് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1? സിമ്പിളായിട്ട് പറഞ്ഞാൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവണം. ദേ ഇവിടെ എഴുതാം. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1. മോഡ് 1 ആണ് 1. അതല്ലെങ്കിലോ മോഡ് -1 ആണ് 1 അല്ലേ? -1 ആണ് ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിന് ഇവിടെ പറ്റുന്ന വാല്യൂസ് ആയിരിക്കാം? ഒന്നെങ്കിൽ 1 ഓർ -1. അപ്പോൾ എക്സിന് പറ്റുന്ന 2 വാല്യൂസേ ഉള്ളൂ. 2 വാല്യൂസ് ആരൊക്കെയാണ്? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -1. അത് എഴുതി വെച്ചാൽ മതി. നമ്മൾ ഒരുപാട് ചോദ്യം ഇതേപോലത്തെ ചെയ്തു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല. ഓക്കെ, നേരെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ: ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1, മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1നേക്കാൾ കുറവാണ്. ആൻഡ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ, എക്സ് എന്തും ആവണം? ഇൻറ്റീജറും ആവണം. ദെൻ വാട്ട് നമ്പർ ഈസ് എക്സ്? പിന്നെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമിന് നമുക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഈ കാര്യം എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. എടാ, നമ്പർ ലൈനിൽ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ -1, ഇവിടേക്ക് വരുമ്പോൾ -2, -3. അപ്പുറത്ത് ഇവിടെ ഒരു 3 ഉണ്ടെന്ന് വിചാരിച്ചോ. നോക്കാം. മോഡ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. മോഡ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. മോഡ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഇവിടെ മോഡ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. മോഡ് -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. മോഡ് -2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. മോഡ് -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. നമ്മളോട് ചോദിച്ച് മോഡ് എക്സ് എന്ന് പറയുന്ന ആൾ ലെസ് ദാൻ 1 ആയിരിക്കണം. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കുറവായിരിക്കണം. എടാ, മോഡ് എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ കുറവായിട്ടുള്ള ഒരൊറ്റ ആളെ ഇതിലുള്ളൂ അല്ലേ? അയാൾ ആരാണ്? ഈ കാണുന്ന 0 ആണ്. ഇനി 0ൻ്റെ മേലോട്ട് പോയാൽ 1 വരും. കുറവായിരിക്കണം എന്നാണ് പറഞ്ഞത്, ഈക്വൽ ആവരുത്. അപ്പോൾ അത് പറ്റൂല. 2 വരും, 3 വരും. ഇനി എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് പോയാലും എന്തേ വരുള്ളൂ? അതിനേക്കാൾ വലിയ നമ്പേഴ്സേ വരുള്ളൂ. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിലോ -1ൻ്റെത് കിട്ടുക 1 ആണ് കിട്ടുക. ഇവിടെയും 2, 3 എന്നൊക്കെ കിട്ടും. അതെന്തായിരിക്കും? 1നേക്കാൾ വലുതായിട്ടാണ് വരിക. നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം എന്ന്. അപ്പം ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറായിട്ട് ഒരൊറ്റ വാല്യൂ വരുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു ആരാണ്? 0. ഈ കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നേരെ അടുത്ത സബ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എക്സ് സാറ്റിസ്ഫൈയിങ് ദ കണ്ടീഷൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇതേ നമ്പർ ലൈൻ നമ്മളോട് എന്താ ചോദിച്ചത്? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം അല്ലേ? മോഡ് എക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ആദ്യം കാര്യം പറഞ്ഞുതരാം, നമുക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതി. നോക്കുക, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ എക്സിന് കൊടുക്കാൻ പറ്റിയ സ്മോളസ്റ്റ് വാല്യൂ എന്ന് ചോദിച്ചു. എടാ, ഇത് 1, അത് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്, പറ്റൂല. ഇനി ഇവിടെ ആരാളുള്ളത്? 2, 3. ഇവിടേക്ക് വരുമ്പം 2, 3 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം എക്സിന് കൊടുക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഇനി ഇൻറ്റീജർ ആണെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ നമുക്ക് -2, -3 എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇവിടെ നാച്ചുറൽ നമ്പറാണ് ചോദിച്ചത്. ഇവിടെ 2 ആണ് ആൻസർ. എന്താണ് എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂ? 2. ശ്രദ്ധിക്കണം, നമ്മളോട് പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് വാല്യൂ ആണ് വേണ്ടത്? എന്ത് നമ്പറാണ് വേണ്ടത്? നാച്ചുറൽ നമ്പറാണ് വേണ്ടത്. എക്സിന് കൊടുക്കാൻ പറ്റുന്ന നാച്ചുറൽ നമ്പറാണ് വേണ്ടത്. അപ്പോൾ ആ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? 2. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താലേ മോഡ് എക്സ് എന്തായിരിക്കുള്ളൂ? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുള്ളൂ. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ ഇല്ല, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു പാർട്ടായിട്ട് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് ടോട്ടൽ ലെങ്ത്ത് ഒരു 40 മിനിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. താങ്ക് യു.